മന്ത്രം ജപിച്ചു തുടങ്ങിക്കോളൂ. ജീവിതത്തിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് തയ്യാറായിക്കൊള്ളൂ എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നതാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ആ മന്ത്രം ഏതാണ് എന്ന് നമുക്ക് ആദ്യം കാണാം. 6 മുഖം അരുളിടും അനുദിനം ഏറുമുഖം. 6 മുഖം അരുളിടും അനുദിനം ഏറുമുഖം. 6 മുഖം അരുളിടും അനുദിനം ഏറുമുഖം. 6 മുഖം അരുളിടും അനുദിനം ഏറുമുഖം എന്നുള്ള ഈ മന്ത്രമാണ് 6 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത്. അതായത് 6 മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ തന്നെയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ദിവസം തോറും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ജീവിത ഉയർച്ചയെ കാര്യമായിട്ട് തടയുന്ന ഒന്നാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. ആ സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല. പിന്നീട് വരുന്ന തടസ്സങ്ങളിൽ ഒന്നാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. നല്ല ശമ്പളം ഉണ്ടെങ്കിലും കൂടി, നല്ല സാമ്പത്തികമുണ്ടെങ്കിലും കൂടി ആരോഗ്യപരമായി ഒന്ന് മോശമായ സമയമാണ് എന്നിരിക്കെ അവരുടെ ജീവിതം തന്നെ അവസാനിച്ച ഒരു പ്രതീതി ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള തടസ്സങ്ങളെ മാറ്റി നിർത്തുവാൻ, അതുപോലെ തന്നെ ശത്രുദോഷം മുഖാന്തരം അനുഭവിക്കുന്ന തടസ്സങ്ങൾ അതിനെ മാറ്റി നിർത്തുവാൻ, മാത്രമല്ല തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുവാൻ, മാത്രമല്ല ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുവാൻ നമുക്ക് ഇടയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഏതാണോ ആ തടസ്സങ്ങളെയെല്ലാം തവിടുപൊടിയാക്കി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും. ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾ ഇതൊരു ചെറിയ മന്ത്രമാണ് എന്ന് കരുതി വെറുതെ തട്ടിപ്പോകരുത്. കാരണം അത്രയും വിശേഷപ്പെട്ട, അത്രയും ശക്തിയാർന്ന ഒരു സുബ്രഹ്മണ്യ മന്ത്രമാണ്. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മന്ത്രം ചൊല്ലും തോറും നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നമുക്ക് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും നേരിടാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളെല്ലാം ഇത്രയും നാൾ അയ്യോ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു, ഇത്രയും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സ് തന്നെ എന്തു വന്നാലും നോക്കാം, നമുക്ക് ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു മനവിശ്വാസം നമുക്കുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ മന്ത്രം തന്നെ നിങ്ങളോട് നിത്യവും ചൊല്ലുവാനായിട്ട് പറയുന്നത്. ജൂൺ മാസം മുഴുവനല്ല, ജീവിതകാലം മുഴുവൻ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രമാണ് ഇത്. എങ്കിലും വിശ്വാസമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാകും. നിങ്ങൾ ഒരു 7 ദിവസം ചൊല്ലി നോക്കൂ. 7 ദിവസം ചൊല്ലുമ്പോഴേക്കും മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തുടർച്ചയായിട്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് നമുക്ക് തന്നെ ഒരു ആഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടാകും. ഈ മന്ത്രം ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതം മാറുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാകും. അതുകാരണമാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ വിശ്വസിച്ച് നമ്മൾ ചൊല്ലുന്ന ഏതൊരു മന്ത്രവും ഭഗവാൻ കേൾക്കും. ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന കാര്യമാണ്, വെറുതെ മനസ്സുരുകി മുരുക എന്ന് വിളിച്ചാൽ പോലും ഓടിയെത്തും നമ്മളെ